അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സന്ദേശം ഇതാണ്: അക്സിറു ദിക്റൽ മൗത്ത് ഫമാ മിൻ അബ്ദിൻ അക്സറ മിൻ ദിക്രിഹി ഇല്ലാ അഹ്യ അല്ലാഹു ഖൽബഹു വഹൗന അലൈഹിൽ മൗത്ത. മരണത്തെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുക. ഒരടിമയും മരണത്തെ ഓർക്കുന്നില്ല, അള്ളാഹു അവൻ്റെ ഹൃദയത്തെ ഉണർത്തുകയും മരണം അവൻ്റെ മേൽ നിസ്സാരമാക്കുകയും ചെയ്തിട്ടല്ലാതെ. മരണം എന്നത് ജീവിതത്തിൽ ഉറപ്പുള്ള ഒരേ ഒരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും ഒരു ദിവസം നമ്മുടെ സമയമെത്തും, നമ്മൾ അള്ളാഹുലേക്ക് യാത്ര പോകേണ്ടി വരും. ആരുടെയും അനുവാദം ചോദിച്ചിട്ടല്ല മരണം വരിക, അപ്രതീക്ഷിതമായിട്ടായിരിക്കും. ചിലപ്പോഴൊക്കെ ചില ആളുകൾ വാർദ്ധക്യം വന്ന് രോഗാവസ്ഥയിൽ മരണത്തെ കാത്തുകിടക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടാവാം. എന്നാൽ ധാരാളം ആളുകൾ ചെറുപ്പത്തിലെ വളരെ പെട്ടെന്ന് ഒരു പനി വന്ന് പനി അല്പം മൂർച്ഛിച്ച് ന്യൂമോണിയ ബാധിച്ചു, 4 ദിവസമേ ആയുള്ളൂ, പിന്നീട് അള്ളാഹുലേക്കുള്ള യാത്രയെക്കുറിച്ചാണ് നമ്മൾ ആ കുട്ടിയെക്കുറിച്ച് കേൾക്കുക. ഇങ്ങനെ പല രീതിയിൽ ഒരു യാത്ര പോയതാണ്, വീട്ടുകാരോടെല്ലാം സലാം പറഞ്ഞ്. പക്ഷെ വീട്ടിലേക്ക് തിരിച്ചു വന്നത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 3 കഷ്ണം തുണിയിൽ പൊതിഞ്ഞ രീതിയിലാണ്. മരണമെന്നത് എപ്പോഴാണ്, എങ്ങനെയാണ്, എവിടെ വെച്ചാണ് എന്ന് നമുക്കാർക്കും പറയുക അസാധ്യമാണ്. ഒരിക്കൽ ബറാഉ ബിനു ആസിബ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു: ഞങ്ങൾ അള്ളാഹുവിൻ്റെ ദൂതനോടൊപ്പം നടക്കുകയാണ്. അപ്പോൾ ഒരാൾക്കൂട്ടത്തെ കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, എന്തിനു വേണ്ടിയിട്ടാണ് ജനങ്ങൾ അവിടെ ഇങ്ങനെ കൂടി നിൽക്കുന്നത്? അപ്പോൾ ഒരാൾ പറഞ്ഞു, അവിടെ ഒരു ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നബിയുടെ ഫിസിക്കൽ ഡയറക്ഷൻ എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ അവസ്ഥ വല്ലാണ്ട് അസ്വസ്ഥമായി. നബി പരിഭ്രാന്തനായി. അനുജന്മാർക്ക് മുമ്പേ വേഗത്തിൽ അദ്ദേഹം അവിടേക്ക് നടന്നു. എന്നിട്ട് ഖബറിന് സമീപം മുട്ടുകുത്തി താഴെയുള്ള മണ്ണ് നനയുവോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു എന്നാണ്. ശേഷം ഞങ്ങളുടെ നേരെ തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ഐ ഇഖ്വാനി ലിമിസ്ലിൽ യൗമി ഫഅഇദ്ദു. എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇതുപോലുള്ളൊരു ദിനത്തെ നേരിടുന്നതിന് നിങ്ങൾ മുന്നൊരുക്കം നടത്തുക. മരണത്തോടെ അവസാനിക്കുന്നതാണ് ജീവിതമെങ്കിൽ നമുക്കിഷ്ടം പോലെ ആസ്വദിച്ച് സന്തോഷിച്ച് ജീവിക്കാമായിരുന്നു. അങ്ങനെയല്ലല്ലോ ജീവിതം. ദുനിയാവ് ക്ഷണികമാണ്. 2ാമത്തെ ഭവനം ബർസഖി ജീവിതമാണ്. 3ാമത്തേത് പരലോകമാണ്, ശാശ്വതമാണ്. അതുകൊണ്ട് മരണത്തെ ധാരാളമായിട്ട് ഓർക്കുകയും മരണാനന്തര ജീവിതത്തിന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യണമെന്നാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. ഒരാൾ നബിയോട് ചോദിക്കുന്നുണ്ട്, യാ നബി അല്ലാ, മൻ അക്കിയസുന്നാസി വ അഹ്സമുന്നാസി. അള്ളാഹിൻ്റെ ദൂതരെ, ജനങ്ങൾ ഏറ്റവും ബുദ്ധിയും വിവേകവുമുള്ളവർ ആരാണ്? അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞത്, അക്സറുഹും ദിക്റുൽ മൗത്ത് വ അക്സറുഹും ഇസ്തിഅദാദൻ ലിൽ മൗത്ത് ഉലായിക്കൽ അക്കിയാസ ലഹബു ബി ഷറഫി ദുനിയ വ കറാമത്തിൽ ആഖിറ. കൂടുതലായി മരണത്തെ ഓർക്കുകയും അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തുകയും ചെയ്യുന്നവരോ അവരാണ് ഏറ്റവും ബുദ്ധിയുള്ളവർ. ദുനിയാവിലെ മാന്യതയും പാരത്രിക ലോകത്തെ ശ്രേഷ്ഠതയും അവരാണ് കരസ്ഥമാക്കിയത്. സുഖഭോഗങ്ങളുടെ അന്തകനായ മരണത്തെ നിങ്ങൾ ധാരാളമായി സ്മരിക്കുക. പ്രയാസങ്ങളിൽ ഒരാൾ മരണത്തെ ഓർത്താൽ ജീവിതം അവന് വിശാലതയുള്ളതായി അനുഭവപ്പെടും. ഇതൊരു വല്ലാത്ത സംസാരമാണ്. ജീവിതത്തിൽ കുടുസതയും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ ഇതൊക്കെ ക്ഷണികമാണല്ലോ. പരലോകം, മരണത്തിന് ശേഷമുള്ളൊരു ജീവിതം, സ്വർഗമുണ്ടല്ലോ എന്ന ചിന്ത മനസ്സിന് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ്. ദുനിയാവിൽ ഒരുപാട് സുഭിക്ഷതയോടുകൂടി ജീവിക്കുന്ന മനുഷ്യൻ മരണത്തെക്കുറിച്ച് ഓർത്താൽ ഈ ദുനിയാവിലെ സുഖഭോഗങ്ങളിൽ മതിമറന്ന് ജീവിക്കാൻ അവന് കഴിയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു മനുഷ്യൻ സുഭിക്ഷതയിൽ മരണത്തെക്കുറിച്ച് ഓർത്താൽ ജീവിതം അവന് ഇടുക്കമുള്ളതായി അനുഭവപ്പെടും. ആദ്യം പറഞ്ഞ ഹദീസിൽ അള്ളാഹുവിൻ്റെ പ്രവാചകൻ ഓർമ്മപ്പെടുന്നത് നിങ്ങൾ മരണത്തെ ധാരാളമായി സ്മരിക്കണമെന്നാണ്. ഒരടിമ മരണത്തെ ധാരാളമായിട്ട് ഓർത്താൽ
അള്ളാഹു അവൻ്റെ ഹൃദയത്തെ ഉണർത്തുകയും മരണം അവൻ്റെ മേൽ നിസ്സാരമാക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ആ മനുഷ്യന് സ്വസ്ഥതയോടെ സമാധാനത്തോടെ യാത്രയാവാൻ സാധിക്കും. കാരണം അവൻ അതിനു വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയവനാണ്. വലിയ പ്രാധാന്യമുള്ള ഒരു പരീക്ഷയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളൊന്നും നടത്താതെ പരീക്ഷാ തീയതി അടുക്കുമ്പോഴേക്കും വിദ്യാർത്ഥികൾ അസ്വസ്ഥരാകുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ നേരത്തെ ഒരുങ്ങി അതിനു വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്ത് നന്നായി പഠിച്ച് മാനസികമായി ഒരുങ്ങിയ ഒരു വിദ്യാർത്ഥി പരീക്ഷ വരുമ്പോൾ സന്തോഷിക്കുകയും ആ പരീക്ഷയിൽ നല്ല മാർക്ക് നേടുകയും അവൻ ഉദ്ദേശിച്ച ജോലി കരസ്ഥമാക്കുകയും ചെയ്യുന്നതും നമ്മുടെ മുമ്പിൽ അനുഭവമാണ്. തയ്യാറെടുപ്പുകൾ നടത്തിയാൽ പുഞ്ചിരിയോടുകൂടി മരണത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണസ്മരണയും പരലോകബോധവും നിലനിർത്താൻ നമ്മളോട് പഠിപ്പിച്ച ചില നിർദ്ദേശങ്ങളുണ്ട്. നിങ്ങൾ ഖബറുകൾ സന്ദർശിക്കുക, അതിൽ നിന്ന് പരലോകത്തെക്കുറിച്ച് ഓർമ്മ ഉണർത്തും. മയ്യത്ത് കുളിപ്പിക്കുക, ജീവനില്ലാത്ത ശരീരത്ത് കർമ്മ ശുശ്രൂഷ ചെയ്യുന്നത് ശക്തമായൊരു ഉത്ബോധനമാണ്. നീ മയ്യത്ത് നമസ്കരിക്കുക, അത് ചിലപ്പോൾ നിന്നെ ദുഃഖിപ്പിച്ചേക്കും. എന്നാൽ ദുഃഖിതന് അന്ത്യനാളിൽ അള്ളാഹുവിൻ്റെ തണലുണ്ടാകും. സർവ്വ നന്മകളും അവൻ്റെ മുമ്പിൽ പ്രദർശിക്കപ്പെടുന്നതാണ്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മരണത്തിന് ശേഷമുള്ള ഒരു ജീവിതമാണ് യഥാർത്ഥ ജീവിതം. അവിടെ സ്വർഗത്തിൽ നമുക്ക് സ്ഥാനമുണ്ടാകണം, നമ്മുടെ കുടുംബങ്ങൾക്ക് സ്ഥാനമുണ്ടാകണം. ദുനിയാവിന് വേണ്ടി പരക്കം പായുന്ന മനുഷ്യൻ പരലോകത്തെ മറന്നു പോകുന്നത് വലിയ കഷ്ടമാണ്. ദുനിയാവിന് വേണ്ടി നമ്മൾ ജീവിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടായി ഓടുന്നത്? മക്കൾക്കും കുടുംബത്തിനും ഇണകൾക്കും മാതാപിതാക്കൾക്കും വേണ്ടിയിട്ടാണ്. എന്നാൽ അവരുടെ പരലോക ഭവനത്തിന് വേണ്ടിയിട്ട് വേണ്ട തയ്യാറെടുപ്പുകൾ നടത്താൻ നമുക്ക് കഴിയാതെ പോയാൽ, എന്തിനേറെ നമ്മുടെ സ്വർഗം പോലും ഉറപ്പിക്കാനുള്ള ചിന്തയും ഓർമ്മയും നമുക്കില്ലാതെ പോയാൽ അത് വലിയ ദൗർഭാഗ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അത്തരം പ്രാധാന്യമുള്ള ചില കാര്യങ്ങളാണ്. പടച്ചവൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.